ഹായ് ഓൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഡേ 2 സീരീസിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഡേ 2 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സീരീസ്. ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്താണ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ മീഡിയ കോമ്പറ്റീറ്റേഴ്സിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ ബിസിനസ്സിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ 73% ഓഫ് മാർക്കറ്റേഴ്സും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ്സിനുള്ള പ്രൊമോഷൻസ് എല്ലാം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടത്തിലാവും. നമ്മൾ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രാധാന്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രാൻഡ് അവയർനെസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കറക്റ്റ് ആയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. കൂടുതൽ ആളുകൾ ബ്രാൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊക്കോകോള, ഇറ്റ് ഇൻക്രീസസ് ബ്രാൻഡ് അവയർനെസ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊക്കോകോളയുടെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇതിൽ വ്യൂസും ഫോളോവേഴ്സും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. പേഴ്സണലൈസേഷൻ, യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്, ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്സ്, റിയൽ ടൈം എൻഗേജ്മെന്റ്, ക്രോസ് പ്ലാറ്റ്ഫോം സ്ട്രാറ്റജീസ് ആണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ എൻഗേജ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പേജിലേക്ക് കസ്റ്റമേഴ്സിന്റെ എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ആ ഒരു ആളുകളിലേക്ക് ട്രസ്റ്റ് കൂട്ടാനും ഇതുവഴി സാധിക്കുന്നു. നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നൈക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ഇൻസ്പിറേഷനും മോട്ടിവേഷനും അടങ്ങിയിട്ടുള്ള കോണ്ടന്റും സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, വിഷ്വൽ കോണ്ടന്റ്, ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലെല്ലാം ഇവിടെ വീഡിയോസും സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. സെയിൽസ് ലീഡ്സ് നന്നായിട്ട് കൂടി വരും. ഫോളോവേഴ്സിന് ഈ ഒരു നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സ് ആണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറുന്നത്. ഇതിലുള്ള ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡ്രൈവ്സ് സെയിൽസ് ആൻഡ് ലീഡ്സ്. ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്മാൾ ഷോപ്സ് ആണ്. ഈ ഷോപ്പിൽ നമുക്ക് നേരിട്ട് തന്നെ കസ്റ്റമേഴ്സിലേക്ക് ഇതിലെത്തിയിട്ട് റീച്ച് ചെയ്തതിന് ശേഷം അവർ ഇതിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ റേറ്റ് എല്ലാം കാണിക്കുന്ന നേരെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടിലും മുന്നിട്ട് നിൽക്കാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി സാധിക്കുന്നു. നല്ലൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ആ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടിലും മുന്നിൽ നിൽക്കാൻ പറ്റും. നല്ലൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ പേജ് വരുന്നത്. ഹൈ ക്വാളിറ്റി ഉള്ള വിഷ്വൽസ്, പ്രൊഡക്റ്റിന് ഷോക്കേസ് ചെയ്തിട്ടുള്ള വീഡിയോസ്, യൂസർ ജനറേറ്റഡ് കോണ്ടന്റിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത് അജ്മി ഫുഡ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇതിൽ വരുന്നത് വൈറൽ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിൽ വരുന്ന ടോപ്പിക്സ് വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ്, ആ പ്രൊഡക്റ്റിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന ക്യാച്ചി ഹെഡ്ലൈൻസ്, ക്യാച്ചി ക്യാപ്ഷൻസ് ഇതെല്ലാം കൊടുത്തിട്ട് അവർ ആ പേജിലേക്കും അതുപോലത്തെ പ്രൊഡക്റ്റിലേക്കും ആളുകളെ അട്രാക്ട് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് വേണ്ടത് നമ്മൾ ബിസിനസ് ഐഡിയ റിസർച്ച് ചെയ്യാം. നമുക്കൊരു ബിസിനസ് ഐഡിയ റിസർച്ച് ചെയ്യാം. റിസർച്ചിങ് ബിസിനസ് ഐഡിയാസ്. ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളവർ ആ ബിസിനസ്സിനെ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കും. ബിസിനസ് ഇതുവരെ ഐഡിയ ഇല്ലാത്തവർ എന്ത് ചെയ്യും, ബിസിനസ്സിന് പുതിയൊരു ബിസിനസ് ഐഡിയ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഗൂഗിൾ ട്രെൻഡ്സിൽ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ട്രെൻഡ്സ് സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് കീവേഡ് റിസർച്ച്, അത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് പറഞ്ഞുതരാം. എന്നത് ഗൂഗിൾ ട്രെൻഡ്സ് യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് കീവേഡ് റിസർച്ച് ചെയ്തിട്ട് ഊബർ സജസ്റ്റ്, ആൻസർ ദ പബ്ലിക്. ഗൂഗിൾ ട്രെൻഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് ടോപ്പിക്. ഗൂഗിൾ ട്രെൻഡ്സ് എന്താണ്? ഗൂഗിൾ ട്രെൻഡ്സ് ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ബിസിനസ്സിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഗൂഗിൾ ട്രെൻഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ട്രെൻഡിങ് നൗന്നുള്ള ടോപ്പിക്സ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇതിലിപ്പോൾ ഹോങ്കോങ് ആണ് കൺട്രി ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യ ആക്കിയിട്ട് നമുക്ക് ഇന്ത്യയിലുള്ള ഓരോ ട്രെൻഡിങ് ടോപ്പിക്സിൽ നമുക്കതിൽ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീ ടൂളാണ് ഗൂഗിൾ ട്രെൻഡ്സ്. ഇതിലിപ്പം കൺട്രി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺട്രി ഹോങ്കോങ് ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യ ആക്കിയിട്ട് മാറ്റിയിട്ട് ആ ഓരോ കൺട്രിയിലെയും ആളുകളുടെ ഡീറ്റെയിൽസും ഓവർവ്യൂ, ഇൻട്രസ്റ്റ്, ഓരോ കൺട്രിയിലെ ആളുകളുടെ ഇൻട്രസ്റ്റും എല്ലാം ഇതിൽ നമുക്ക് എത്ര ആളുകൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം ഇതിൽ കറക്റ്റ് അറിയാൻ സാധിക്കും.
അപ്പോൾ സ്മാൾ ബിസിനസ് ഐഡിയാസ് ഇൻ ബാംഗ്ലൂർ, ഇതൊക്കെ ഓരോ ടോപ്പിക്സുകളാണ്, ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണെന്നുള്ളത് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. ഇതാണ് ഗൂഗിൾ ട്രെൻഡ്സ് ഓപ്പൺ ചെയ്തിട്ട് ട്രെൻഡിങ് ടോപ്പിക്സ് നമുക്ക് അറിയാൻ പറ്റും. ഗൂഗിൾ ട്രെൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഗൂഗിൾ ട്രെൻഡ്സ് ഫ്രീ ആയിട്ടുള്ള ടൂളാണെന്ന് പറഞ്ഞു. നല്ല യൂസർ കൺസ്യൂമർ ബിഹേവിയർ എല്ലാം ഇതിലൂടെ അറിയാൻ പറ്റും. നമുക്ക് ഇതിലൂടെ ടോപ്പിക്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ട്രെൻഡ് ലൈൻസിലുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ടോപ്പിക്സ് ഏതാണ്. അതേപോലെ തന്നെ ട്രെൻഡ്സ് കമ്പയർ ചെയ്യാൻ പറ്റും. കീവേഡ്സ് കൊടുത്തിട്ട് ഡിഫറെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആണ് നമ്മൾ ബിസിനസ് ട്രെൻഡിങ്ങിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബിസിനസ് ഐഡിയ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീയൂസബിൾ ബോട്ടിൽസ് ഒക്കെ നമുക്ക് ബിസിനസ് ആക്കാം. സിംപ്ലിഫൈ 360 ഒരു AI ടൂളാണ്. പെയ്ഡ് ടൂളാണ്. You can now fix it all and streamline your support, sales and marketing from one inbox. കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ്, അവരുടെ ഒരു Listen to social conversations, track keywords, hashtags, mentions, and enjoy dynamic insights. ഫ്രീ ടൂളല്ല, പെയ്ഡ് ടൂളാണ്. Deploy intelligent AI bots across multiple touch points and automate support. Simplify 360. You can even set workflow automation. അതുപോലെ തന്നെ ഒരുപാട് AI ടൂൾസ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ 360 ഇതൊരു സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടൂളാണ്. ബിസിനസ്സിന് ട്രാക്ക് ചെയ്യാൻ, അനലൈസ് ചെയ്യാനും സോഷ്യൽ മീഡിയ പ്രസൻസ് അനലൈസ് ചെയ്യാനും. ഇതിലൂടെ സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു, കോൺവെർസേഷൻസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു, റിപ്പോർട്ട്സും അനലറ്റിക്സും റിപ്പോർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നു, എൻഗേജ്മെൻറ്റ്സ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം നമുക്കറിയാൻ പറ്റും. ഇൻഫ്ലുവൻസ് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഓരോ ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ പറയുന്ന ഇൻഫ്ലുവൻസസ് കണ്ടുപിടിക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് വരുന്നത് ആൻസർ ദ പബ്ലിക്. ഇതിൽ ട്രെൻഡിങ് ടോപ്പിക്സും നമുക്ക് ആൻസർ ദ പബ്ലിക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കൺട്രി ഇന്ത്യ ചെക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഗൂഗിളിലാണെങ്കിൽ ടോപ്പിക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്ക് വെച്ചിട്ടാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് അങ്ങനെ എക്സാമ്പിൾ ആ ഒരു പ്രൊഡക്റ്റിന് വെച്ചിട്ട് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം ആളുകൾ ഇതിന് ഇതുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നു. അതാണ് സിംപ്ലിഫൈ ആൻസർ ദ പബ്ലിക്കിൽ വരുന്ന ഒരു ബെനിഫിറ്റ്സ്. ഇതിൽ ഏത് ടൂളാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് യൂസ് ചെയ്തിട്ട് തന്നെ പോയാൽ മതി. അതിൽ തന്നെ കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന രീതിയിലൊരു ടൂള് കറക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രമാത്രം ആളുകൾ അതിൻ്റെ ട്രെൻഡ്, ഇപ്പോഴത്തെ അതിനോടുള്ള ആളുകളുടെ പ്രതികരണം, ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഡാറ്റാസ് ഇതിൽ കിട്ടുന്നു. സെർച്ച് വോളിയം, ആളുകളുടെ ഒരു ആൻസർ ദ പബ്ലിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻസർ ദ പബ്ലിക് ഒരു ഫ്രീ ഓൺലൈൻ ടൂളാണ്. പീപ്പിൾസിനെ കുറിച്ചിട്ടാണ് ഇതിൽ, പീപ്പിൾസിൻ്റെ ഇൻസൈറ്റ്സ് ആണ് ഇതിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഐഡിയാസ് വാലിഡേറ്റ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിനൊക്കെ അനുസരിച്ചിട്ട് അത് വാലിഡേറ്റ് ചെയ്യുന്നു. കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കോമ്പറ്റീറ്റർ അനാലിസിസ്. ബിസിനസ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യുന്നത്. കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നു. അതൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ബിസിനസ്സിൽ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ വെറുതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യല്ല, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒരു ബിസിനസ്, അതായത് ഒരു ബിസിനസ്സായിട്ട് അതേ മേഖലയിലുള്ള കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? ഹൗ ടു അനലൈസ് കോമ്പറ്റീറ്റേഴ്സ്. ചെക്ക് ദയർ സോഷ്യൽ മീഡിയ, അവരുടെ പേജസ് ചെക്ക് ചെയ്യണം. അവിടെ എൻഗേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഫോളോവേഴ്സ്, അവരുടെ പോസ്റ്റുകൾ എങ്ങനെയൊക്കെയുള്ളതാണ്, അവരുടെ കണ്ടന്റ് സ്ട്രാറ്റജി എന്താണ്, അവരുടെ എൻഗേജ്മെൻറ്റ് നന്നായിട്ട് ചെക്ക് ചെയ്യണം. അവരുടെ ആഡ്സ് ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആഡ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ടൂളാണ് മെറ്റാ ലൈബ്രറിയിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ എല്ലാ ആഡ്സും നമുക്ക് അറിയാൻ സാധിക്കുന്നു. കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള നല്ല സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് നോക്കാം. ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് മെറ്റാ ആഡ് ലൈബ്രറി. മെറ്റാ ആഡ് ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ ആഡ് കാറ്റഗറി എന്നുള്ളതാണ് ആഡ് ലൈബ്രറിയുടെ ഡാഷ്ബോർഡ്. ഇതിൽ കൺട്രി ഇന്ത്യ എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആഡ് ലൈബ്രറിയിൽ നമുക്ക്
നെക്സ്റ്റ് ആഡ് കാറ്റഗറി നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് ഓൾ ആഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ്സ് എന്താണോ കീവേഡ് അനുസരിച്ചിട്ട് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആമസോണിൻ്റെ ആഡ്സ് നമുക്കിതിൽ ഇപ്പോൾ ലൈവായിട്ടുള്ള ആമസോൺ ആഡ്സ് നമുക്കിതിൽ അറിയാൻ പറ്റുന്നു. ആമസോൺ ഇന്ത്യ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ആമസോണിൻ്റെ ആഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഇപ്പോൾ ലൈവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആഡ്സാണ്. ഇതെല്ലാം പോസ്റ്റേഴ്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, എല്ലാം ലൈവായിട്ടുള്ള ആഡ്സാണ്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആമസോൺ എത്രമാത്രം ആഡ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. അതൊരു ഓൺലൈൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണല്ലോ ആമസോൺ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് അവരുടെ ലൈവായിട്ടുള്ള ഒരുപാട് ആഡ്സിൽ ഒരെണ്ണം നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലേക്കൊക്കെ പോയിട്ട് ആ ഷോപ്പിംഗ് എളുപ്പമാക്കുന്നു. നെക്സ്റ്റ് നമുക്ക് മിന്ത്രയുടെ ഒന്ന് നോക്കാം. മിന്ത്ര എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് മിന്ത്രയുടെ ആഡ്സ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിന്ത്രയുടെ ആഡ്സ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം മിന്ത്രയുടെ ആഡ്സ് വരുന്നത്. മിന്ത്രയുടെ ഒരുപാട് ആഡ്സ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ സീസണിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ലൈവായിട്ടുള്ള ആഡ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ വെബ്സൈറ്റിലേക്ക് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ആഡ്സിൻ്റെ സ്റ്റാറ്റസ് മീൻസ് ലൈവായിട്ടുള്ള ആഡ്സ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ആഡ്സാണ്, വെബ്സൈറ്റ് ട്രാഫിക് ആണോ ലീഡ്സ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എത്രമാത്രം ആഡ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റിൽ വരുന്ന ഇ-കൊമേഴ്സ് സൈറ്റുകളാണ് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ടൊക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്ലിപ്കാർട്ടിൻ്റെ ആഡ്സും നോക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ലൈവായിട്ടുള്ള ആഡ്സും ഇതൊക്കെയാണ്. സ്മാർട്ട് ഫോൺസിൻ്റെയും ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സിൻ്റെയും ആഡ്സാണ് ഫ്ലിപ്കാർട്ടിൽ ലൈവായിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിലെ ഒരു ലൈവായിട്ടുള്ള ആഡ്സാണ്. ഫോൺ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ആഡ് അവർ വീഡിയോ ആയിട്ട് ആഡായിട്ട് യൂസ് ചെയ്യാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.